മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ചീര. ഇന്ന് ഈ വർത്തമാനകാല കാലഘട്ടത്തിൽ മിക്ക ആളുകളും ചീര കൃഷി ചെയ്യുന്നുണ്ട്. കാരണം ഉദര രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു പച്ചക്കറി വിളയാണ് ചീര. വളരെ എളുപ്പത്തിലും ലളിതമായും രീതിയിൽ നമുക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ചീര. വിവിധ ഇനങ്ങളിലുള്ള ചീര ഇന്ന് നമ്മൾ വളർത്തി വരുന്നുണ്ട്. പച്ചച്ചീര, ചുവന്ന ചീര, മയിൽപ്പീൽ ചീര, വളാത്തങ്കര ചീര, അങ്ങനെയൊക്കെ ഒരുപാട് ചീരയുണ്ട്. അപ്പോൾ ഇത് ചീര വളർത്തുന്ന പലരും ചീര കണ്ടിച്ചെടുക്കുക, വളം മാത്രം ചെയ്യുക എന്ന രീതിയാണ് പിന്തുടരുന്നത്. എന്നാൽ ഞാൻ വർഷങ്ങളായി പരീക്ഷിക്കുന്നത് കുറച്ച് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീരകൾ മാത്രമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എന്നാൽ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അഥവാ വിൽക്കാനും ഒക്കെയായി ചീര കൃഷി ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് ഇന്ന് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കൃഷി ചെയ്യുന്ന ആ കാർഷിക വിളകൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വിളവ് വരാനും അതുപോലെ തന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ചീര നമ്മൾ ഇന്ന് വിളവെടുക്കുകയാണ്. അപ്പോൾ വിളവെടുക്കാനൊക്കെയുള്ള സമയമായി നിൽക്കുകയാണ്. വിളവെടുക്കുകയാണ്. വിളവെടുത്തതിന് ശേഷം വീണ്ടും എളുപ്പത്തിൽ ഇത് തഴച്ചു വളരാൻ, അതുപോലെ തന്നെ അത് ജൈവ രീതിയിൽ ഒപ്പം ഇതിൻ്റെ പോഷക ഗുണം ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കാനും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വിളവെടുത്തതിന് ശേഷം നമുക്കത് പങ്കുവെക്കാം. ഓക്കെ. ചീര വിളവെടുത്തതിന് ശേഷം ഈ ലായനി വളം ഒഴിക്കണം. ഈ ലായനി വളം തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും തുല്യ അളവിൽ പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഇതേപോലെ ഒരു അടച്ചു കെട്ടാൻ പറ്റുന്ന ഒരു പാത്രത്തിലായിരിക്കണം. ജാറോ അതുപോലെ തന്നെ പെയിൻറ്റ് ബക്കറ്റോ എന്തുമായാലും മതി. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ശരിക്കും വെള്ളം ഒഴിച്ച് ഇട്ട് വെക്കുക. പിറ്റേ ദിവസം മുതൽ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരേ വശത്തൂടെ ഇളക്കാവും, തിരിച്ചും മറിച്ചും ഇളക്കരുത്. കാരണം ഇത് ഒരു 15 ദിവസം 7 മുതൽ 15 ദിവസം വരെ കഴിയുന്നുണ്ടെങ്കിൽ സൂപ്പർ ഒരു വളമായിട്ട് മാറും. ഈ വളമാണ് ചീര മുറിച്ച് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ മുറിച്ചെടുത്ത് കറി വെക്കുകയോ വിൽക്കുകയോ എന്തോ ചെയ്താലും അതിന് ശേഷം നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആ ലായനി വളം ഒഴിച്ചു. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ചീര എപ്പോഴാണോ നമ്മൾ മുറിച്ചെടുക്കുന്നത്, കാരണം പിഴുന്നതിനെക്കാട്ടും നല്ല മുറിച്ചെടുക്കാൻ ഇപ്പം തന്നെ നമുക്കറിയാം. ഇത് ഒരു നല്ല ഒരു 2-3 കിലോയോളം ചീര ഇപ്പം കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ കിളിർത്ത് വളർന്നു വരണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് സൂഡോമോണസ് ലായനി ഒന്ന് തളിച്ചു കൊടുക്കണം. അതിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ ഇതാണ് സൂഡോമോണസ് ലായനി തയ്യാറാക്കിയത്. സൂഡോമോണസ് ലായനി എന്ന് വെച്ചാൽ 5 ml 5 ഗ്രാം എന്ന് പറയുമ്പോഴേ ഒരു സ്പൂണ് 5 ഗ്രാം അല്ലെങ്കിൽ 1 സ്പൂൺ സൂഡോമോണസ് പൊടിയെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് നമ്മൾ അതിൻ്റെ ചുവട്ടിലും ഇലയിലും തണ്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ചീരയുടെ ഇങ്ങനെ ഈ ലായനി വളവും ഈ സൂഡോമോണസ് ലായനിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ ചീരയുടെ ചുവട്ടിൽ തണലിടണം. അതായത് കരിയില നമ്മളിട്ട് കൊടുക്കണം, അത്യാവശ്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചീര ഓരോ ആഴ്ചയിലും ഇഷ്ടം പോലെ കണ്ടിച്ചെടുക്കാം. വിൽക്കാനാണെങ്കിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 4 or 5 ഇരട്ടി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. വലിയ ചിലവൊന്നുമില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള അറിവുകൾ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, ഇത്തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഒക്കെ അറിയാനും ആ അറിവ് ശേഖരിച്ച് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വരെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.